വൈകുന്നേരം ഫാർമസിറ്റിന് പോവുകയാണെങ്കിൽ ഒരു ചായ കുടിച്ച് തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. ചായ അത് സെറ്റല്ലേ, നമ്മളൊന്ന് സെറ്റാവും. പക്ഷേ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നത് ഇവിടെയാണ്. ഇതിലിപ്പോൾ ഏതെടുക്കുക, മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയല്ലോ. അവിടെ കൺഫ്യൂഷൻ അടിച്ച് നിന്നമാതിരിയാണ് ഇവിടെ നിൽക്കുന്നത്. ഇതിലിപ്പോൾ ഞാൻ ഏതെടുക്കുക, ആകെ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയല്ലോ. ബെറ്റാഫിഷിനെ പർച്ചേസ് ചെയ്യാൻ വന്നതാണ്. ഇവിടെ നിന്നാണ് ഞാൻ അധികം ബെറ്റാഫിഷിനെ പർച്ചേസ് ചെയ്യാറ്. അതിന് കാരണം ഫിഷിൻ്റെ ഈ ഒരു ക്വാളിറ്റി തന്നെയാണ്. ഇവന്മാരൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ എടുക്കാണ്ട് പോവാം. ഒരുവിധം എല്ലാ കളറിലെ ബെറ്റാസും. ഇനിയിപ്പോൾ മിക്സ്ഡ് കളർ വേണോ, അതും ഇവിടെ ഉണ്ട്. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ തന്നെ പറ, ഫിഷസ് എല്ലാം സെറ്റല്ലേ? ആ റെഡും ബ്ലൂവും വരുന്നതാണ് തായ് ഫ്ലാഗ്. ഇവന്മാരൊക്കെ ഇവിടെ വളർത്തുന്നത് ഇതുപോലത്തെ പാത്രത്തിലാണ്. കുറച്ച് സ്പേസ് ആണെങ്കിലും അവന്മാരവിടെ സെറ്റാണ്. എന്താ അറിയില്ല, മെയിൽസിനൊന്നും ഒരുമിച്ചിടാൻ പറ്റില്ല, അപ്പട്ടിയായിരിക്കും. ഫീമെയിലിൻ്റെ കൂടെ ഞാൻ പറയണ്ടല്ലോ, അവരൊന്ന് സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സെറ്റാണ്. ഇതാണ് ഫീമെയിൽസ്. ഇവന്മാർ മാത്രമല്ല, വേറെ ടബിലുണ്ട്. ഒന്നും പേടിക്കണ്ട, എല്ലാത്തിനും കാണിച്ചു തരാം. ഫീമെയിൽസിനെ ഒരുമിച്ചിട്ട് വളർത്താം, അവരെത്ര പ്രശ്നക്കാരല്ല. ഇതേ കണ്ടില്ലേ എന്ത് ശാന്തമായിട്ടാണ് നിൽക്കുന്നത്. ഓരോ വെറൈറ്റി ഇനി ഫീമെയിൽസൊക്കെ ഇതിലുണ്ട്. ഇവരാണ് നേരത്തെ കണ്ട റെഡിൻ്റെ ഫീമെയിൽസ്. എങ്ങനെയുണ്ട് സംഭവം, സെറ്റല്ലേ? ഇവന്മാർക്ക് നല്ല രീതിയിൽ എഗ് ലോഡാണെങ്കിൽ ഈ ഒരു മോസ്കിറ്റോ ലാർവ കൊടുത്താൽ മതി. നമ്മുടെ സ്വന്തം കൂത്താടി. ഇതാണെങ്കിൽ ഒരു 5 പൈസ ചിലവില്ലാതെ കിട്ടും. സീറോ കോസ്റ്റിൽ ഇത്രയും നല്ലൊരു ലൈഫ് ഫീഡ് അത് വേറെ ഉണ്ടോ? ബെറ്റാഫിഷിൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ് ഈ ഒരു മോസ്കിറ്റോ ലാർവ. ബെറ്റാഫിഷിന് മാത്രമല്ല, ഇവന്മാർക്ക് ഇത് ഫേവറേറ്റ് തന്നെയാണ്. ഇതാണ് റെഡ് ബലൂൺ പ്ലാറ്റി. ഇവന്മാരുള്ളത് ഈ ഒരു ബെറ്റയുടെ ടാങ്കിലാണ്. അവർ തമ്മിൽ യാതൊരു പ്രശ്നമില്ല, അവർ സെറ്റാണ്. ഇവിടെ മെയിനായിട്ട് കൊടുക്കുന്ന ഫുഡ് അത് മോസ്കിറ്റോ ലാർവ തന്നെയാണ്. ഇവിടുത്തെ ഫിഷെല്ലാം ഇത്ര ഹെൽത്തി ആയിരിക്കാൻ കാരണം ഈ ഒരു മോസ്കിറ്റോ ലാർവ എന്നാണ് ചേട്ടൻ പറയുന്നത്. ഇവന്മാരാണ് ഹോക്ക് ഫിൻ. ഇവന്മാരുടെ മുകളിലെ ഡോർസിലും അതുപോലെ താഴത്തെ ഫിന്നും നല്ല രീതിയിൽ കയറി നിൽക്കും. സാധാരണ 180 ഡിഗ്രി ആണെങ്കിൽ ഇത് അതിലും കുറച്ച് കൂടും. ശരിക്കും ഇങ്ങനെ ബ്ലൂം ചെയ്യുമ്പോഴല്ലേ ഇവന്മാരുടെ ഭംഗി മനസ്സിലാവുന്നത്. എങ്ങനെയുണ്ട് സംഭവം? ലൈക്കല്ലേ? ഒരുപാട് ഫിഷൊന്നും വേണമെന്നില്ല, പക്ഷേ ഉള്ള ഫിഷിനെ നല്ല രീതിയിൽ കൊണ്ടു നടക്കുക. ഇപ്പം മനസ്സിലായില്ലേ ഞാനെന്താ ഇവിടെ വന്ന് ഫിഷിനെ പർച്ചേസ് ചെയ്യുന്നതെന്ന്? ഇതൊക്കെ തന്നെയാണ് കാരണം. ഇവന്മാർക്ക് ഒരുപാട് സ്ഥലം വേണമെന്നില്ല, സിമ്പിളായിട്ട് വളർത്താൻ പറ്റും. ഇവന്മാരെ ഇൻഡോറോ ഔട്ട്ഡോറോ ഒക്കെ ആയിട്ട് വളർത്താം. ഇതുപോലത്തെ ഇലകൾ വീണ ടാങ്ക് ആണെങ്കിൽ പിന്നൊന്നും പറയണ്ട. ബദാം ലീഫും ബെറ്റാഫിഷും തമ്മിലുള്ള ബന്ധം ഞാൻ പറയണ്ടല്ലോ, അറിയാലോ. ഇതിലിപ്പം മെത്തിലിൻ യെല്ലോ ആഡ് ചെയ്തിട്ടുണ്ട്, ഫിഷിന് സ്ട്രെസ് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇവന്മാരുടെ ബ്രീഡിങ് സെറ്റപ്പ് കാണിച്ചു തരാം. ഇതാണ് ഇവന്മാരുടെ ബ്രീഡിങ് സെറ്റപ്പ്. ബ്രീഡിങ്ങിനെ കുറിച്ചൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. തൽക്കാലം നമുക്ക് ഫിഷിനൊക്കെ കാണാം. കണ്ടില്ലേ കുഞ്ഞുങ്ങളൊക്കെ എഗ് ചെയ്ത് കഴിഞ്ഞാൽ ഫീമെയിലിനെ മാറ്റും. പിന്നെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുന്നവരെ ഈ ഒരു മെയിൽ ഫിഷാണ് നോക്കും. ഈ സമയത്ത് ഇവന്മാരെ സ്ട്രെസ്സാക്കാൻ പോരുത്. സ്ട്രെസ്സാക്കാൻ പോയാൽ എല്ലാ കുഞ്ഞുങ്ങളും ഇവന്മാരെ കഴിക്കും. പിന്നെ കുഞ്ഞുങ്ങൾ ഫ്രീസും ആവാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മെയിൽ ഫിഷിൻ്റെ ആവശ്യമില്ല. പിന്നെ തിരിച്ച് ഇവന്മാരെ പഴയ ടാങ്കിലേക്ക് തന്നെ വിടാം. ബ്രീഡിങ്ങിൻ്റെ ടൈമിലും കൊടുക്കുന്ന ഫുഡ് അത് മോസ്കിറ്റോ ലാർവ തന്നെയാണ്. നമ്മൾ കാര്യമായിട്ട് വന്നത് എന്തിനായിരുന്നു? ഫിഷിനെ പർച്ചേസ് ചെയ്യാനല്ലേ? എന്നിട്ട് ഫിഷിനെ പർച്ചേസ് ചെയ്തോ? ഇല്ലല്ലോ. ഇതാണ് പ്രശ്നം. ഇതുപോലെ ഓരോന്നിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കും. ഏത് ഫിഷിനെ എടുക്കും എന്നുള്ള കൺഫ്യൂഷൻ. പിന്നെ എവിടെ ചെന്നുണ്ടെങ്കിലും ഇവന്മാരെ കാണാൻ പറ്റും. ഇവന്മാർ ഒരു ട്രേഡ് മാർക്കാണ്. അറ്റ് ലാസ്റ്റ് ഇവന്മാരെ ഞാൻ പർച്ചേസ് ചെയ്തു. HMBK റെഡ്. എനിക്ക് തൽക്കാലം ഇവന്മാരെ മതി. ഇതാണ് അതിൻ്റെ ഫീമെയിൽസ്. എന്തായാലും പർച്ചേസൊക്കെ കഴിഞ്ഞല്ലേ, ഇനി എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ? ഫാമിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്താൽ മതി.